ശശി തരൂരിന്റെ പ്രതികരണം വന്നു. അദ്ദേഹം ഈ ക്ഷണത്തെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. രാജ്യ താല്പര്യമാണ് പ്രധാനം, വലിയ അംഗീകാരമായി കാണുന്നു, അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. രാജ്യ താല്പര്യമാണ് എനിക്ക് പ്രധാനം എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട അവരോട് പ്രതികരണം തേടൂ എന്ന് പറയുന്നു. ഈ ക്ഷണം താൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിനൊപ്പം INC എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താൻ ആ ക്ഷണം സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായാണ്. കോൺഗ്രസ് ഇത് ക്ഷണിച്ചു വരുത്തിയ മറ്റൊരു നയതന്ത്ര തകർച്ചയാണോ എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ശ്രീ ശങ്കുട്ടിദാസ് ആരോപിച്ച 2 കാര്യങ്ങൾ. ഇതിന് നേരത്തെ തന്നെ അമിത് മാളവ്യ അടക്കമുള്ളവർ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൗരവ് ഗൊഗോയുടെയും നാസർ ഹുസൈന്റെയും സാന്നിധ്യം, അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ട അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അതിനുള്ള മറുപടി കൂടി അങ്ങയുടെ അഭിപ്രായത്തിൽ? മാധു, ഇപ്പോൾ ശ്രീ വിൻസെന്റ് അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അതായത് പഹൽഗാം അനന്തരം ഇനി നമുക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടാവരുത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പുൽവാമ സംഭവിച്ചപ്പോഴും നമ്മളിത് തന്നെയാണ് പറഞ്ഞത്. പുൽവാമയിൽ എത്ര CRPF ആളുകളാണ് മരിച്ചത്? അന്ന് ജമ്മു കാശ്മീരിൻ്റെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിൻ്റെ അഭിമുഖം അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്നും നമ്മൾ ഇതൊക്കെ തന്നെ പറഞ്ഞു. ഇവിടെ പുൽവാമയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു, ഇനി മറ്റൊരു സംഭവം ഇതുപോലെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ശങ്കു ടി ദാസ് അദ്ദേഹം 2 പ്രൊപ്പോസ്ഡ് പ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികളെ പറ്റി പറഞ്ഞു. ഈ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആൾ നേരത്തെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ നയിച്ച എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഗൗരവ് ഗൊഗോയുമായിട്ടുള്ള അധികാര തർക്കം, അല്ലെങ്കിൽ ഗൗരവ് ഗൊഗോയെ അദ്ദേഹത്തിന് പകരം ഹിമന്തിനെ പകരം കൊണ്ടുവരുവാൻ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ശ്രമിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുന്നതെന്നുള്ളൊരു ചരിത്രം നമ്മളിവിടെ വിസ്മരിക്കരുത്. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് ഈ ഗൗരവ് ഗൊഗോയെ എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ഈ പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇവിടെ ശ്രീ ശങ്കു ടി ദാസ് പറഞ്ഞ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. വളരെ വളരെ രൂക്ഷമായ, വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 100 ഇന്ത്യൻ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് പാകിസ്ഥാനിൽ എത്തിച്ചെന്നോ കൊടുത്തെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശക്തമായ നടപടിയെടുക്കണം. നമ്മുടെ മുമ്പിൽ NIA എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘമുണ്ടല്ലോ, അവരാണല്ലോ ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കുന്നത്. NIA അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ? ഇതിനകം BJPയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം എന്തെങ്കിലും നടന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് കേൾക്കാം. നമ്മൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അതായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരാളുടെ പേര് പോലും എനിക്കറിയത്തില്ല, നസീർ എന്തോ പറഞ്ഞു ആ പേര്, അദ്ദേഹത്തിന് അനുകൂലികൾ നാസർ ഹുസൈൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുയായികൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഒരു ആളെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ MP ആകുമ്പോൾ അയാളുടെ അനുകൂലികൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ NIA എന്ന് പറയുന്ന സംവിധാനം പിന്നെ എവിടെയായിരുന്നു? ഇവർക്ക് നടപടി എടുത്തുകൂടെ? ഈ രാജ്യവും ശക്തിയും മഹത്വം എല്ലാം BJPയുടെ കയ്യിലായി പോയിരിക്കുന്നത്. NIA, ED, ഏത് ഏജൻസികൾ, CBI, IT ഇതെല്ലാം ഉപയോഗിച്ച ആളുകളെ വേട്ടയാടുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തേ നടപടി എടുക്കാമായിരുന്നല്ലോ. പിന്നീട് മറ്റൊരു കാര്യം ഇതുമായിട്ട് ചേർത്ത് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ചില ബന്ധം, അവിടെ പോയി അവിടെ ആരെയെ കണ്ടു, അവിടെ ഒരാഴ്ച താമസിച്ചു എന്നൊക്കെയാണല്ലോ. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം. പക്ഷേ നിങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് ഒഴിവാക്കി നിങ്ങളിപ്പോൾ ഈ ഒരു ദൗത്യ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഡെലിഗേഷൻ്റെ തലപ്പത്തേക്ക് നിയമിച്ചിരിക്കുന്ന ഈ ശശി തരൂർ, അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ ആരോപണം പണ്ടുണ്ടായിരുന്നു. അതാരാ പറഞ്ഞത്? BJPക്കാരല്ലയോ പറഞ്ഞത്? അന്ന് നടന്ന ചർച്ചകളിൽ ഞാൻ ശശി തരൂരിനെ ശക്തമായിട്ട് ന്യായീകരിച്ച് സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതൊരു അബദ്ധ ആരോപണമായിരുന്നു, അബദ്ധ പഞ്ചാംഗമായിരുന്നു. BJP ശശി തരൂരിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ കാര്യങ്ങൾ. BJP എങ്ങനെയൊക്കെ ശശി തരൂരിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ശശി തരൂരിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ലക്ഷ്യത്തോടു കൂടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് നമ്മളൊക്കെയാണല്ലോ മാധു, നമ്മുടെ തിരുവനന്തപുരത്തല്ലയോ ഇരിക്കുന്നേ, നമ്മുടെ MP അല്ലയോ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ.
കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അതെല്ലാം BJPയുടെ കൈവശമാണ്. അത് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഗൗരവ് ഗൊഗോയി ഈ ശങ്കുറ്റി ദാസ് പറഞ്ഞതുപോലെയുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, പിടിച്ചകത്തിടണം, അന്വേഷിച്ച് പിടിച്ചകത്തിടണം. അതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ BJPക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, ഒരു മിനിറ്റ്, BJPക്കാർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊക്കെ പെട്ടെന്ന് മറന്നുപോകും. നമ്മൾ വലിയ രാജ്യസ്നേഹമൊക്കെ പറയുമ്പോഴേ എനിക്കങ്ങനെ പറയാൻ പേടിയാണ്. ഇതൊക്കെ നമ്മൾ ഈ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യവിരുദ്ധനാവും. ജയിക്കെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ കേട്ടോ. എനിക്ക് ജയിക്കിനോടൊരു സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനൊന്നും പറയരുത്. നിങ്ങളെ രാജ്യദ്രോഹിയാക്കിക്കളയും, നിങ്ങളെ ഇന്ത്യ വിരുദ്ധനാക്കിക്കളയും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. നമ്മൾ എന്തിനാണ് ഈ പഹൽഗാം അതിന് ശേഷം ഉണ്ടായ സൈനിക ഓപ്പറേഷന് ശേഷം നമ്മൾ പത്രക്കാരെ ബ്രീഫ് ചെയ്യാനായിട്ട് സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ ഒരു ആളെ കൂടെ കൊണ്ടിരുത്തിയത്? അതായത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച തെമ്മാടി രാജ്യം, തെമ്മാടി കൂട്ടം, അവർക്കെതിരായിട്ട് നമ്മൾ നടത്തിയ നേട്ടം, ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടാക്കിയ നേട്ടം, അത് ജനങ്ങളോട് പറയേണ്ടത് ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ആ സ്ത്രീയെ എങ്ങനെയാണ് BJP നേതൃത്വം കൈകാര്യം ചെയ്തത്? പിന്നെന്ത് ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യത്തിലേക്ക് പറഞ്ഞോളൂ. ഞാൻ എനിക്ക് ഒരു മിനിറ്റ് കൂടെ തന്നാൽ മതി. ഇപ്പോൾ ജയിക്ക് പറഞ്ഞു രാഷ്ട്രീയത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം രാഷ്ട്രം എന്നോ മറ്റോ എന്ന് പറഞ്ഞതുപോലെ വിൻസെൻ്റെ ഇന്ന് ജയറാം രമേശ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനായിരിക്കുക എന്നതും കോൺഗ്രസ്സിലായിരിക്കുക എന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ശ്രീ ശശി തരൂർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ശശി തരൂർ പറഞ്ഞ് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ശരിയാ, 100% ശരിയാ. നമുക്ക് പ്രധാനം രാഷ്ട്രം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ശശി തരൂർ തിരുവനന്തപുരത്തെ മണ്ണിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഇത് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് തോറ്റതുപോലായിരുന്നു അവസാന ദിവസങ്ങളിൽ. ഈ തിരുവനന്തപുരത്തെ ഈ കടൽപ്പുറത്തും ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ അരയും തലയും മുറുക്കി ഊണും ഉറക്കവുമില്ലാതെ കോൺഗ്രസ്സുകാരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എന്ന കാര്യം മറക്കരുത്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. BJPക്ക് ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ അന്വേഷിക്കേണ്ടി വരുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ ഇരിക്കുമായിരുന്നു. അത് മറക്കരുത്. രാഷ്ട്രീയമുണ്ടെങ്കിൽ മാത്രമേ ഈ MP ആവാനും അതുവഴി രാജ്യത്തെ സേവിക്കാനും BJP ആവാനും BJPക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് എൻ്റെ ഒരു വളരെ വിനീതമായ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ഇനി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കൊള്ളരുതാത്ത സംഘത്തെ അവരുടെ കൂട്ടത്തിൽ ഇനിയും ശശി തരൂർ നിൽക്കരുത്, വിട്ടുകളയണം. അവർ പോകട്ടെ. അവരെ എന്തിനാണ് ശശി തരൂർ അന്തസ്സായിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് MP സ്ഥാനവും രാജിവെച്ച് BJP ചേരുക. BJP ആണല്ലോ ദേശീയതയുള്ള ഒരു മിനിറ്റ്. ശരി, പറയൂ. ഇരുട്ടി വെളുക്കുമ്പോൾ കോൺഗ്രസിന് അനഭിമതനാവുകയും BJPക്ക് കൂടുതൽ അഭിമതനാവുകയും ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഞാൻ. ഞാനതല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വേണ്ടെങ്കിൽ, അത് നമ്മുടെ നാടൻ ഭാഷയിൽ ഇച്ചിച്ചയാണെങ്കിൽ അദ്ദേഹം BJP ചേരട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ MP സ്ഥാനം രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാജ്യസഭയിൽ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പം അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിൽ അംബാസഡർ ആവാം. അതെല്ലാം BJPക്ക് ചെയ്യാൻ പറ്റും. എന്തിനാണെന്ന് വെറുതെ ഈ പാവപ്പെട്ട ഈ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരോട് തായം കളിക്കാൻ നിൽക്കുന്നത്? വിട്ടിട്ട് പോകട്ടെ. കോൺഗ്രസിൽ വേണ്ടെങ്കിൽ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം വിട്ടിട്ട് പോകട്ടെ.